ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അതിനായിട്ട് ഇതിന് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുനുകുനാന്നൊന്ന് അരിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ, ലൈറ്റായിട്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ നല്ല കളർ വരും കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. അപ്പോൾ ഇനി ഇതിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കടുക് പൊട്ടിച്ച് കൊടുക്കാവേ. അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ, കപ്പലമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. നല്ല നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടിച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സുറുക്ക ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഞാൻ സുറുക്ക ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.